കല്യാണി പ്രിയദർശനെ ഒരു പ്രോ നെപ്പോ കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം മലയാളത്തിന്റെ ലെജൻഡ് ആയിട്ടുള്ള പ്രിയദർശൻ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറിന്റെ ഒരു ലെജൻഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് ലിസി പ്രിയദർശൻ. ഇവർ രണ്ടുപേരുടെയും മകളായിട്ടാണ് കല്യാണി പ്രിയദർശൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. കല്യാണിയുടെ ഒരു ഫസ്റ്റ് ഫിലിം എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിലല്ല. കല്യാണി എന്ന് പറഞ്ഞ ഒരു ആക്ട്രസിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ രണ്ട് ലെജൻസിന്റെയും ഒരു മകളായിട്ട് വന്നിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് അല്ല പേഴ്സണലി കല്യാണി എന്ന് പറഞ്ഞ ആക്ട്രസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇതുവരെ. പക്ഷേ മോഹൻലാലും മമ്മൂട്ടിയും പല കോടി ക്ലബ്സ് താങ്ങാൻ കേൾപ്പുള്ള ലെജൻസ് ഉള്ള നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്ന റെക്കോർഡ് ഉള്ളത് ഈ പറയുന്ന കല്യാണി പ്രിയദർശന്റെ പേരിലാണ്. നമ്മുടെ മോളിവുഡിന്റെ ആദ്യ ഫീമെയിൽ സൂപ്പർ ഹീറോ കല്യാണി പ്രിയദർശൻ. കല്യാണിയുടെ ഫിലിം കരിയർ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്: ബിഫോർ ലോക, ആഫ്റ്റർ ലോക. നമുക്ക് ആദ്യം ബിഫോർ ലോക ഒന്ന് അനലൈസ് ചെയ്യാം. അതായത് ലോകയ്ക്ക് മുമ്പ് വരെ വന്നിട്ടുള്ള സിനിമകൾ നമ്മൾ നോക്കുന്ന സമയത്ത് ബ്രോ ഡാഡി ഇതുപോലെ ലെജൻസിന്റെ കൂടെ തന്നെ ഒരുപാട് സിനിമകളിൽ കല്യാണി പ്രിയദർശൻ എന്ന ആക്ട്രസ് പെർഫോം ചെയ്തിട്ടുണ്ട്. തന്റെ ഒരു കപ്പാസിറ്റി എത്രയാണോ ആ ഒരു റേഞ്ചിലുള്ള പെർഫോമൻസുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അല്ലാതെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്യാരക്ടറോ അല്ലെങ്കിൽ അത്തരത്തിൽ പെർഫോം ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള വെർസറ്റൈൽ ആയിട്ടുള്ള റോളുകളോ നമ്മൾ അധികം കണ്ടിട്ടില്ല. ഒരേ പാറ്റേണിലുള്ള ഒരേ സ്റ്റൈലിലുള്ള നമ്മൾ പറയുന്ന പോലെ ഈ സേഫ് സോൺ എന്ന് പറയുന്ന പോലെ കാമുകി അല്ലെങ്കിൽ ഒരു മകൾ, അതിൽ കുറച്ചും കൂടി ഒരു ഡിഫറെന്റ് ആയിട്ടൊരു റോളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ആന്റണി എന്ന് പറഞ്ഞ സിനിമയിൽ ആ ഒരു ക്യാരക്ടർ കണ്ട സമയത്ത് അത് കല്യാണിക്ക് വേണ്ടി എഴുതിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ചില ആക്ടേഴ്സിന് നമുക്കൊരു സേഫ് സോൺ അല്ലെങ്കിൽ ഇന്ന റോളുകൾ ഇവർ ചെയ്തു കഴിഞ്ഞാൽ അത് അവർക്ക് പെർഫെക്റ്റ് ആയിരിക്കും എന്ന് നമ്മൾ പറയാറില്ലേ, അതുപോലത്തെ പെർഫെക്റ്റ് കാസ്റ്റ് ആയിരുന്നു കല്യാണി ആ ഒരു റോളിൽ. അതായത് കുറച്ച് ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള, കുറച്ചും കൂടെ ടഫ് ആയിട്ടുള്ള, കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ടൈപ്പ് ക്യാരക്ടേഴ്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് കല്യാണി എന്ന് പറഞ്ഞ ആക്ട്രസ്. ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സെയിം പാറ്റേണിലുള്ള റോളുകൾ ചെയ്തിട്ടുള്ളതിലെല്ലാം എനിക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഒരു ആക്ട്രസ് ഇത് ചെയ്തത് നന്നായി എന്നുള്ള രീതിയിൽ എനിക്ക് കൺവിൻസിങ് ആയി തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും റീസെന്റ് വന്നിട്ടുണ്ടായിരുന്ന ഓടും കുതിര, ആ ഒരു സിനിമ, ഹൃദയം, ഇതുപോലുള്ള സിനിമ, ബ്രോ ഡാഡി, ഇത്തരത്തിലുള്ള സിനിമകളിലൊക്കെ എല്ലാം ഒരേ പാറ്റേണിൽ പോകുന്ന ക്യാരക്ടേഴ്സാണ്. അതായത് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യില്ല. എന്നാൽ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് കല്യാണി ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തൊരു സിനിമയായിരുന്നു ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന് പറഞ്ഞ സിനിമ. പക്ഷെ ആ സിനിമയാണ് കല്യാണിയുടെ ലൈഫ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ട്രോള് കിട്ടിയിട്ടുള്ളൊരു സിനിമ എന്ന് പറയുന്നത്. കല്യാണിയുടെ ആ ഒരു നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് നന്നായിട്ട് എക്സ്പ്രസ് ആയത് അല്ലെങ്കിൽ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന ശേഷൻ മൈക്കിൾ ഫാത്തിമ എന്നുള്ള സിനിമയിലാണ്. അതിൽ കുറെ ഭയങ്കര ലൗഡായിട്ടുള്ള ക്യാരക്ടർ ഓവറായി അല്ലെങ്കിൽ ചളമായി എന്നുള്ള രീതിയിലായിപ്പോയി. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ കിട്ടിയത്. പക്ഷെ അതർവൈസ് മറ്റ് ക്യാരക്ടേഴ്സ് ഈ പറയുന്ന പാറ്റേണിൽ ഒരേ പാറ്റേണിൽ ചെയ്യുന്നതായാൽ പോലും, ഹൃദയമായാലും ബ്രോ ഡാഡി ആയാലും ഇപ്പോൾ ഈ പറഞ്ഞ ഓടും കുതിര, അതൊരു ടൈപ്പ് കാസ്റ്റ് പോലെ ആ ഒരു റോളിന് ആപ്റ്റ് ആയിട്ടുള്ള ആക്ട്രസ് ആയിട്ട് വലിയ അപ്പായിട്ടോ അല്ലെങ്കിൽ ഡൗൺ ആയിട്ടോ പോവാതെ ഒരേ മീറ്ററിൽ തന്നെ പോകുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് രീതിയാണ് കല്യാണിയുടെ കണ്ടിട്ടുള്ളത്. പക്ഷെ അതേസമയം ആന്റണി പോലുള്ള കുറച്ചും കൂടി ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള, കുറച്ച് ടഫായിട്ട്, കുറച്ച് എക്സ്പ്രഷൻ ഇട്ട് ചെറിയ ചെറിയ സൈലൻസിലൂടെയും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് കല്യാണി ചെയ്യുന്ന സമയത്ത് അത് കുറച്ചുകൂടി കൺവിൻസ്ഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഇൻഡസ്ട്രിയിലെ മറ്റ് ആക്ട്രസ്മാരെ വെച്ച് നോക്കുന്ന സമയത്ത് അത്രത്തോളം വലിയ പെർഫോമർ എന്നുള്ള രീതിയിലേക്ക് കല്യാണിയുടെ ആ ഒരു സിനിമകൾ വെച്ച് നോക്കുമ്പോൾ എത്തിയിട്ടില്ലായിരുന്നു. പക്ഷേ ആഫ്റ്റർ ലോക കല്യാണി പ്രിയദർശൻ എന്ന് പറഞ്ഞ ആക്ട്രസ് തനിക്ക് കറക്റ്റായിട്ട് സൂട്ടാവുന്ന, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ആന്റണിയിലും അതുപോലെ തന്നെ ഈ കുറച്ച് ബോൾഡ് ഫൈറ്റും ഒക്കെ ഉള്ള ടൈപ്പ് ക്യാരക്ടേഴ്സ്, അത്തരത്തിലുള്ള ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തനിക്ക് സൂട്ടാവും എന്നുള്ള ഉറപ്പുള്ള ആ ഒരു ക്യാരക്ടറിനെ ആ ഒരു സിനിമ ഡിസർവ് ചെയ്യുന്ന രീതിയിൽ കൂടുതൽ എഫേർട്ട് ഇട്ട് അത് ചെയ്ത സമയത്ത് അതിന്റെ ഒരു റിസൾട്ടാണ് നമുക്ക് ലോകയിൽ കാണാൻ പറ്റുന്നത്. കല്യാണി അതിനകത്ത് ചെയ്തിരിക്കുന്ന ചന്ദ്ര എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ നീലി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ കറണ്ട് സ്റ്റേജിൽ നമ്മളുടെ മലയാള ഇൻഡസ്ട്രിയിലുള്ള ആക്ടേഴ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരാൾക്കും പേഴ്സണലി എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. പ്രത്യേകിച്ച് കല്യാണി ആ ഒരു സിനിമയ്ക്കകത്ത് ചെയ്തിരിക്കുന്ന ആ ഒരു ക്യാരക്ടറിന് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഫൈറ്റിംഗ് ടെക്നിക്കുകളും ആക്ഷൻ രംഗങ്ങളും ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു. നമ്മൾ കാണുന്ന സമയത്ത് നമ്മളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അത് അത്രയും എഫേർട്ട് എടുത്ത് ഡൂപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പണിയെടുത്ത് തന്നെയാണ് ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നതും അതിൻ്റെതായ സക്സസ് ആ ഒരു സിനിമയിലൂടെ കല്യാണി കിട്ടിയിട്ടുമുണ്ട്. ആ സക്സസ് കിട്ടിയതിന് ശേഷമുള്ളത് ഞാൻ വഴിയെ പറയാം. ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ആക്ഷൻ അഡ്വഞ്ചർ ടൈപ്പ് റോളുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് എയറിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ആളുടെ ഫൈറ്റ് ചെയ്ത് കീഴ്പ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് കൺവിൻസ് ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആക്ട്രസിനെ കാണുന്ന സമയത്ത് നമുക്കത് അത്രത്തോളം പവർഫുൾ ആണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ അതിന് അതിൻ്റേതായ രീതിയിലുള്ള ആ ഒരു ഫിസിക്കലി ഫിറ്റായിട്ടുള്ളൊരു
ആളായിരിക്കണം, ഒപ്പം നല്ല ഹൈറ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള അഡ്വാൻറ്റേജസ് എല്ലാം കല്യാണിക്ക് ഉണ്ട്. ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡാൻസ് ഒക്കെ പോലെ തന്നെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി കറക്റ്റായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ റോപ്പ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഫൈറ്റ് ഫീൽ ചെയ്യും. ഈ പല ബോളിവുഡ് സിനിമകളിലും ഒക്കെ ഈ ആക്ഷൻ ഫൈറ്റുകൾ ഫീമെയിൽ കാസ്റ്റ് വെച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർ ആ റോപ്പിട്ട് കറക്കി ഫൈറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, കറക്റ്റ് അറിയാൻ പറ്റും. ഒന്നാമത്തെ കാര്യം നമുക്കത് കൺവിൻസിങ് അല്ല, രണ്ടെന്ന് പറയുന്നത് അവർക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ല. അവരങ്ങനെ എപ്പോഴും ഫൈറ്റ് ചെയ്യുന്ന ആക്ടേഴ്സ് അല്ല ഈ കൂടുതലും ഫീമെയിൽ ആക്ട്രസസ്. പക്ഷേ കല്യാണി എടുത്തിരിക്കുന്നത്, അതും ഇത്രയും സിനിമകൾ ചെയ്യുന്ന സമയത്ത് 1-2 സിനിമ മാത്രമാണ് ഈ പറയുന്ന കറക്റ്റ് കല്യാണിക്ക് ചേരുന്ന രീതിയിൽ ഈ ഒരു ആക്ഷൻ അഡ്വഞ്ചർ ടൈപ്പ് റോളുകൾ ചെയ്തിട്ടുള്ളത്. ആ ഒരു കാര്യം കൂടെ കല്യാണിക്ക് ഈ ലോക എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അതിനോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ എഫേർട്ട് എടുത്ത് പഠിച്ചിട്ടുമുണ്ട് ഈ ഒരു ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതും ഒരു പവർഫുൾ ആയിട്ടുള്ള സൂപ്പർ ഹീറോ ക്യാരക്ടറായിട്ടും കൂടെ നിന്നുകൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന തന്നെക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടർ ആണെന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് എഫേർട്ട് എടുക്കുന്നതായിട്ടും ഫീൽ ചെയ്യണം, അതേസമയം അതൊരു ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്യാനും പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഫൈറ്റിംഗ് രീതി തന്നെയാണ് കല്യാണി ചെയ്തിരിക്കുന്നത്. അതിൽ കല്യാണി വിജയിച്ചിട്ടുമുണ്ട്. ആ ആക്ഷനും ഇതൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ പോലും ലോക എന്ന സിനിമയ്ക്കകത്ത് കല്യാണിയുടെ ആ ഒരു ആക്ടിങ് മെത്തേഡും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ടഫ് ബോൾഡ് ആയിട്ടുള്ള, ഒരുപാട് സംസാരിക്കാത്ത, സൈലൻസിലൂടെ സ്റ്റോറി ടെല്ലിംഗ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് കല്യാണി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് കാസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത് കല്യാണിക്ക് സൂട്ടാണ്. കല്യാണി എന്ന് പറഞ്ഞ ആക്ട്രസിന് അങ്ങനെ ഒരു ഇമേജ് നമ്മളെ മനസ്സിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. അത്രയ്ക്ക് ക്യാരക്ടർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ പാടായിരിക്കും. അതുപോലെ തന്നെ ഈ ശേഷൽ മൈക്കിൾ ഫാത്തിമ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ പറ്റിയതുപോലെ ഓവർ ഡു ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഈ പറയുന്ന ലോകയിലൊക്കെ കണ്ട പോലത്തെ ആക്ഷൻ അഡ്വഞ്ചർ പ്ലസ് ഒരു ബോൾഡ് എക്സ്പ്രഷൻ ഇട്ട് വളരെ സൈലന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സുകൾ ചെയ്യുന്ന സമയത്ത് കല്യാണിയെ മറ്റ് ആക്ടേഴ്സിനും ബീറ്റ് ചെയ്യാൻ പറ്റില്ല. കല്യാണിയുള്ള ആക്ട്രസ് അത്രത്തോളം കൺവിൻസ്ഡ് ആയിട്ട് അത് ചെയ്യും. ഇതിന്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള മാത്യുവിന്റെ വീഡിയോയിലായാലും സെക്കൻഡ് പാർട്ടായിട്ടുള്ള നസ്ലിന്റെ വീഡിയോയിലായാലും ഒരു ലൈഫ് ചേഞ്ചിങ് എന്ന് പറയുന്ന രീതിയിൽ ഒരു സിനിമ ഉണ്ടാവും. കല്യാണിയുടേതായിട്ട് വന്ന സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കല്യാണി എന്ന് പറഞ്ഞ ആക്ട്രസ് ഈ കിട്ടിയ ഓപ്പർച്യൂണിറ്റി, ആ ഒരു സക്സസിനെ ഈ കറന്റ് സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് പോലും ബിഫോർ ലോക വരെ നമ്മൾ കണ്ടോണ്ടിരുന്ന ഒരു ഓഫ്ലൈൻ കല്യാണിയിൽ നിന്ന് മാറ്റം, ആ ഒരു ചേഞ്ച് ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി അല്ലെങ്കിൽ അവിടെ പൊസിഷനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് കല്യാണി ഇപ്പോൾ ചേഞ്ച് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അറ്റയർ ആയാലും തിരഞ്ഞെടുക്കുന്ന ഫ്രണ്ട് സർക്കിൾ കൂടുതലും സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന പോസ്റ്റുകളായാലും ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു നോർമൽ എന്നുള്ളത് മാറിയിട്ട് കുറച്ചും കൂടി ഒരു ഇന്റർനാഷണൽ, ഒരു ഫോറിൻ ടച്ച് കൊടുത്തുകൊണ്ടാണ് തന്നെ ഒരു പേഴ്സണലി മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഫ്റ്റർ ലോകയിലൂടെ കിട്ടിയ ഒരു സക്സസ് തന്നെ ആ ഒരു രീതിയിൽ തന്നെ ബ്രാൻഡ് ചെയ്തും കൂടി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് കല്യാണി പ്രിയദർശൻ എന്ന് പറഞ്ഞ ആക്ട്രസ്. ലൈഫിൽ നല്ലൊരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അവർക്ക് കിട്ടും. അതൊരു വൻ സക്സസ് ആയിരിക്കും. ആ സക്സസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഒരു ആക്ടറിന്റെ അത്തരത്തിലുള്ള ഒരു സിനിമയോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റില്ല. ആ ആക്ടർ എവിടെയാണെന്ന് പോലും സത്യത്തെ അറിയില്ല. ആ ഒരു ടൈമിലാണ് കല്യാണി ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നത്. ലോകയിലൂടെ കിട്ടിയ സക്സസിനെ ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ലൈം ലൈറ്റിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണെന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഫോട്ടോഷൂട്ടിലൂടെയും മറ്റ് എപ്പോഴും നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയ സ്ക്രോളുകളിൽ അവർ വരുന്ന രീതിയിൽ മാക്സിമം ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെൽഫ് ബ്രാൻഡ് ആ ഒരു രീതിയിൽ പൊസിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കൺക്ലൂഷനിൽ എത്തുന്ന സമയത്ത് കല്യാണി പ്രിയദർശൻ എന്ന ആക്ട്രസിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കറണ്ട് സ്റ്റേജ് വരെ ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ആവാനുണ്ട്. അവർ ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സുകൾ ഇനിയും ചെയ്ത് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. തൻ്റെ ഒരു സേഫ് സോൺ ഉണ്ട്. ഈ പറയുന്ന ലോകയിലും ആന്റണിയിലും ആക്ഷൻ അഡ്വഞ്ചർ ബോൾഡ് ആയിട്ടുള്ള സൈലന്റ് ആയിട്ട് റോളുകൾ കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സുകൾ ഇനിയും കല്യാണിയെ കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ക്യാരക്ടേഴ്സുകൾ നമുക്ക് കൺവിൻസും ആവും, അത് കല്യാണിയുടെ ഒരു സേഫ് സോണുമാണ്. പക്ഷേ അത് ബ്രേക്ക് ചെയ്ത് ഒരു ടൈപ്പ് കാസ്റ്റിലേക്ക് മാറി പോവാതെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതിയ ടൈപ്പ് വെസറ്റായിട്ടുള്ള റോളുകൾ ചെയ്ത് കല്യാണി കുറച്ചും കൂടി തന്നെ ഒന്ന് ഒരു ആക്ട്രസ് എന്ന രീതിയിൽ സൈനോര എന്ന് പറഞ്ഞൊരു സിംഗറാണ് ലോക എന്ന് പറയുന്ന സിനിമയിൽ പോലും ഡബ് ചെയ്തിരിക്കുന്നത്. കല്യാണി സ്വയം ചെയ്തിട്ടുള്ള സിനിമകളുണ്ട്. കല്യാണിക്ക് ഈ പറയുന്ന പോലെ ഒരു തമിഴ് മലയാളം ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഒരു സ്ലാങ് ആണ്. അപ്പോൾ ആ ഒരു പാറ്റേൺ മാറ്റിക്കൊണ്ട് ഓരോ ക്യാരക്ടേഴ്സിനനുസരിച്ച് അവർക്ക് ആ ഒരു രീതിയിലേക്ക് തൻ്റെ ഇതും കൂടി ഇമ്പ്രൂവ് ചെയ്ത് അല്ലെങ്കിൽ സ്വയം ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം കൂടി തികഞ്ഞ ഒരാൾക്ക് ആവാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു ആക്ടർ എന്ന രീതിയിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് ലേൺ ചെയ്തെടുത്ത് തന്നെ സ്വയം ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കിട്ടിയ സക്സസിന്റെ കൂടെ ആ ഒരു സൂപ്പർ പവറും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കല്യാണി പ്രിയദർശൻ എന്ന ആക്ട്രസിനെ അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സുകളും കൂടി ചെയ്യണം എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു സീരീസിന്റെ പാർട്ട് 1 മാത്യുവിന്റെയും പാർട്ട് 2 നസ്ലിന്റെയും ഇവിടെ കൊടുക്കുക. പാർട്ട് 4 ആര് വേണം എന്നുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. ഇതുപോലുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഉടനെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാൻ നിസാർ.